ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഒരു സിമ്പിൾ ഹെൽത്തി മാംഗോ പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 2 മാങ്ങ അരിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. സിമ്പിളെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഈവനിങ്ങിൽ സ്നാക്സൊക്കെ ആയിട്ട് കൊടുക്കാനും പറ്റും. അതുമാത്രമല്ല 1 ഇയറിന് മേലുള്ള എല്ലാ കുട്ടികൾക്കും നമുക്കിത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, ഹെൽത്തിയാണ്. അപ്പോൾ ഈ മാങ്ങ അരിഞ്ഞത് നമുക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്യാം. ഞാൻ നല്ലപോലെ സ്മാഷ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതുമാത്രമല്ല ഗൈസ്, മാംഗോ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് കൂടിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് മാംഗോ വെയിറ്റ് ഗെയിനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ മാംഗോ വെറുതെ കൊടുക്കും, വെറുതെ സ്ലൈസായിട്ട് അരിഞ്ഞ് കൊടുക്കുമ്പോൾ നിയാ ബേബിക്ക് ഇഷ്ടമാണ് കഴിക്കാൻ. പക്ഷേ ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ കേക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിലും ഞാനിങ്ങനെ പല സ്ഥലത്തും ഞാനിങ്ങനെ റെസിപ്പീസ് നോക്കാറുണ്ട്, ഹെൽത്തി ഫുഡിൻ്റെയൊക്കെ. എപ്പോഴും കഴിക്കുന്ന ഫുഡിൽ മാറ്റി മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എനിക്ക് കിട്ടിയ റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ ഞാൻ നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. 1 തവി ഗോതമ്പ് പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പാലൊഴിച്ച് കൊടുക്കുകയാണ്. പാലൊഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് നല്ല ലൂസ് പരുവത്തിലാക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തു ഗൈസ്. ഓക്കെ, ഇനി എനിക്ക് ഇച്ചിരി കട്ട പോലെ തോന്നി മാംഗോയും അതുപോലെ തന്നെ ഗോതമ്പൊടിയും. അതുകൊണ്ട് ഞാൻ വീണ്ടും പാലൊഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കുറച്ച് ഏലക്ക. നമുക്ക് വേണ്ടത്ര ഏലക്ക ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്ക ഞാൻ പൊടിച്ചതല്ല കേട്ടോ, ഏലക്കയുടെ കുരു ഇല്ലേ, അതാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏലക്കയുടെ കുരു ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടായതിലേക്ക് നമുക്കൊരു സ്പൂൺ ബട്ടർ യൂസ് ചെയ്യാം. ബട്ടർ ഞാൻ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പരത്തി എന്നാണോ പറയണതെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പരത്തി കൊടുക്കും, ഇങ്ങനെ എല്ലായിടത്തും ആക്കാൻ വേണ്ടിയിട്ട് പരത്തി കൊടുത്തെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മിക്സ് ഇതിനകത്തേക്ക് ഒഴിക്കാം. അങ്ങനെ ഞാനിത് മിക്സ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മാംഗോ പാൻ കേക്ക്. ഹെൽത്തിയാണ്. അപ്പോൾ ഞാൻ നീവിന് എന്തായാലും കൊടുക്കാൻ പോവാണ്. ഇതിൽ ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് 2 മാംഗോ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.